ഇത്രയും വലിയ കുഴിയോ? ഇതിന് ഇത്ര വലിയ കുഴി ഒഴിച്ചേക്കുന്നേ? ജാക്കറ്റ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കൈയൊക്കെ മരച്ചായിരിക്കുന്നത്. ഇവിടുന്ന് കൈവിട്ട ഉരുണ്ട് താഴെ എത്തും. അപ്പോഴത്തേനും പയ്യന്മാർക്ക് ഭയങ്കര സന്തോഷമായി. ഇത് ഔട്ട്ഡോർ ആണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതാണ് അൽത്താര. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സൺഡേ ആണ്, ജൂൺ 9th. അപ്പൊ ഇവിടെ ജൂൺ 10th കിങ്സ് ബർത്ത്ഡേ ആയതുകൊണ്ട് നമുക്ക് പബ്ലിക് ഹോളിഡേ ആണ്. അപ്പൊ ഇതൊരു ലോങ് വീക്കെൻഡ് പോലെ. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ച് സാറ്റർഡേ പോയില്ല, സൺഡേയും മൺഡേയും ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാം പ്ലാൻ ചെയ്തു. ഞങ്ങൾ പോകുന്നത് ബാരിങ്ടൺ കോസ്റ്റ്. അത് ഈ സിഡ്നി ഇരിക്കുന്ന സ്റ്റേറ്റ് ആയ NSW തന്നെ ഉള്ള ഒരു സ്ഥലമാണ്. കുറച്ചും കൂടെ നോർത്ത് ഭാഗത്തോട്ടുള്ള ഒരു സ്ഥലമാണ് ബാരിങ്ടൺ കോസ്റ്റ്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം ഒരു 3-3.5 മണിക്കൂറിന്റെ ഡ്രൈവ് ഉണ്ട്. ആ ബാരിങ്ടൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഒത്തിരി ഇങ്ങനെ ഒരു സ്ഥലമല്ല, അതിങ്ങനെ ഒരു ഏരിയനെ മൊത്തം പറയുന്ന പേരാണ് ബാരിങ്ടൺ കോസ്റ്റ്. ആ ഒരു ഏരിയ മൊത്തം. അപ്പൊ അവിടെ സീ ഉണ്ട്, ഓഷ്യന്റെ ഭാഗമുണ്ട്, പിന്നെ അല്ലാണ്ട് ബേ ഏരിയ ഉണ്ട്, മൗണ്ടൻസ് ഉണ്ട്. അപ്പോ നമ്മളത് ഏത് ഭാഗത്തോട്ട് പോകണമെന്ന് ഇപ്പൊ പോകുന്ന വഴിക്ക് കാറിലിരുന്ന് വേണം നോക്കാനായിട്ട്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. നമ്മൾ പോകുന്ന വഴിക്ക് നല്ല സ്ഥലങ്ങൾ കാണുക, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ കാണുകയാണെങ്കിൽ നമ്മൾ ഡീടൂർ എടുത്ത് അങ്ങോട്ട് പോകും എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ നമ്മൾ ഈ സൺഡേ രാത്രി കിടക്കാനായിട്ട് ഒരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ വേണ്ടി മാത്രം. കാരണം ഇത് കുറച്ച് വൈഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ദിവസം കൊണ്ട് ഒരു ഡേ ട്രിപ്പിൽ കണ്ടു തീർക്കാൻ പറ്റില്ല. ഈ 2 ദിവസം കൊണ്ടും കണ്ടു തീർക്കാൻ പറ്റില്ല. എന്നാലും കുറച്ചും കൂടി ഒരു സമാധാനമായിട്ട് ഹറിബറിയൊന്നും ഇല്ലാണ്ട് പോയി വരാനായിട്ട് നമ്മളൊരു ചെറിയൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ബാരിങ്ടൺ കോസ്റ്റിന്റെ വിശേഷങ്ങളാണ് ഈ വ്ളോഗിൽ. നമ്മളിപ്പോ ഫോസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടായിരുന്നു വെച്ച് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് നോക്കിയപ്പോ ടീ ഗാർഡൻ ഹോഗ്നസ്റ്റ് ഏരിയ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഓൺ ദ വേ. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മള് റൂട്ട് റീഡയറക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇതൊരു നല്ലൊരു ടൗൺ ആണെന്ന് തോന്നുന്നു. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഫോട്ടോസിൽ കണ്ടത്. എക്സാക്ട്ലി എന്താ കാണാന്ന് അറിയത്തില്ല, പക്ഷെ നമുക്കിപ്പോ പോകുമ്പോൾ കാണാം. അങ്ങനെ നമ്മൾ ടീ ഗാർഡൻ എത്തി. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, ഒരു ബേ എന്ന് വേണേൽ പറയാം, ബേ ഏരിയ പോലെ ഒരു സ്ഥലമായിരുന്നു അത്. ഒത്തിരി ഫിഷിംഗ് ബോട്ട്സും സെയിലിംഗ് ബോട്ട്സും ഫെറീസ് ഒക്കെ ഡോക്ക് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. ഇവിടുന്ന് ഫെറി നെൽസൺ ബേക്കൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്കാണ് എത്തിയത്. അപ്പോൾ നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു. തണുപ്പുണ്ടെന്ന് വെച്ചാൽ നല്ല തണുപ്പുണ്ട്. ജാക്കറ്റൊന്നും ഇടാണ്ട് നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. പക്ഷെ കുറച്ച് വാമും കൂടെ ആയിരുന്നു, നല്ല വെയിലുള്ളതുകൊണ്ട്. പിന്നെ ആ സമയത്ത് അവിടെ ഒത്തിരി പേര് നിന്ന് ഫിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. ഫാമിലിയായിട്ട് പിള്ളേരെയൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫിഷ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പൊ നമ്മള് ടീ ഗാർഡൻ എത്തി. ഇവിടെ നല്ലൊരു കുഞ്ഞു ടൗൺ ആയിരുന്നു. നേരത്തെ കാണിച്ച പോലെ കുറെ ബോട്ട്സും ഫെറീസ് ഒക്കെ ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു ഫെറി എടുത്തിട്ട് നെൽസൺ ബേയിലോട്ട് പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് വെയിൽ വാച്ചിങ്, ഡോൾഫിൻ വാച്ചിങ്ങിന് 95% ചാൻസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം കാണാൻ പറ്റുമോ ഇല്ലയോ നോക്കാം. ഇതാണ് ആ ഫെറി. ഈ ഫെറി ഇപ്പൊ 2:20 ഇവിടുന്ന് എടുക്കുന്നത്. ഇപ്പൊ സമയം 1 മണി ആയതേ ഉള്ളൂ. നമുക്ക് 1 മണിക്കൂറോളം ഉണ്ട്. അപ്പൊ നമുക്ക് ലഞ്ചൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുക. അപ്പൊ ഇന്ന് നമ്മളിവിടെ വന്നത് നാളെ, ഇന്ന് സൺഡേ ആണ്. അപ്പൊ നാളെ മൺഡേ നമുക്ക് ഇവിടെ കിങ്സ് ബർത്ത്ഡേയുടെ ഹോളിഡേ ആണ്. അപ്പൊ ലോങ് വീക്കെൻഡ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയ കിങ്സ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? കാരണം ഇത് ഓസ്ട്രേലിയ ഇപ്പോഴും ഒരു കോമൺവെൽത്ത് കൺട്രീസിൽ ഒന്നാണ്, ലൈക്ക് കാനഡ. അപ്പൊ അതുപോലെ നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോഴും നമ്മുടെ ഹെഡ് ഓഫ് സ്റ്റേറ്റ് കിങ് ആണ്. 2022 വരെ ക്വീൻ എലിസബത്തിന്റെ ബർത്ത്ഡേസ് ആയിരുന്നു ഇവിടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ വർഷം തൊട്ട് കിങ് ആയല്ലോ, അപ്പൊ കിങ്ങിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഇത് കിങ്സ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്.
കിങ് ചാൾസിൻ്റെ ബർത്ത്ഡേ ശരിക്കും പറഞ്ഞാൽ നവംബറിലാണ്, പക്ഷേ ഇത് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുക ജൂണിലാണ്. ഇവിടെ ഓസ്ട്രേലിയയിലെ എല്ലാ സ്റ്റേറ്റും സെലിബ്രേറ്റ് ചെയ്യും, പക്ഷേ എനിക്ക് തോന്നുന്നു ന്യൂ സൗത്ത് വെയിൽസ് ഈ സ്റ്റേറ്റും പിന്നെ എനിക്ക് തോന്നുന്നു മെൽബൺ റിലേഷൻ വിക്ടോറിയയും ജൂൺ 10th സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റ്സ് വേറൊരു ദിവസങ്ങളിലാണ്. അപ്പോൾ വൈ ജൂൺ? കാരണം ശരിക്കത്തെ ബർത്ത്ഡേ നവംബറിലാണ്, പക്ഷേ ഇവരെന്തിനാ ഇപ്പോൾ ജൂണിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിൽ നിന്ന് വിൻ്ററിലോട്ട് പോകുന്ന ഒരു ട്രാൻസിഷൻ പീരീഡാണ്. അപ്പോൾ ഈ ജൂൺ നല്ലൊരു വെതറുള്ളൊരു സമയമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് തണുപ്പുമില്ല, ഒരുപാട് ചൂടുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പുറത്തൊക്കെ പോകാനൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു വെതർ നോക്കിയിട്ടാണ് ഈ സമയത്ത് ജൂണിൽ വെച്ചേക്കുന്നത്. വെയിലിനെ കാണാൻ, ഡോൾഫിനെ കാണാന്ന് പറഞ്ഞ് ഫെറി കയറി പോയതാ. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, അതേ പോന്നു തിരിച്ചു ഞങ്ങള്. അങ്ങനെ ഫെറി റൈഡ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ടീ ഗാർഡനിൽ തന്നെ തിരിച്ചെത്തി. എന്റെ മുന്നേ എന്തൊരു തണുപ്പായിരുന്നു എന്നറിയോ. ബാർബിക്യൂ ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പം നമുക്കിങ്ങനെ ഇവിടെ നിന്ന് പബ്ലിക്കായിട്ട് ബാർബിക്യൂ ചെയ്യാം. എന്നിട്ട് ഫിഷ് ചെയ്യണമെങ്കിൽ ഫിഷ് ചെയ്യാം. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്. ഇതും ഡ്രിങ്കബിൾ വാട്ടറാണ്. ഇത് നമുക്ക് കുടിക്കാം ഇവിടുന്ന്. ഇത് ഡോഗ്സിന് കുടിക്കാനുള്ളത്. അങ്ങനെ സന്ധ്യയായി. നേരത്തെ നല്ല ബ്ലൂ ആയിരുന്ന സ്കൈ ഇപ്പോൾ ഒരു പിങ്കിഷ് ഓറഞ്ച് സ്കൈ ആയി. ആളും തിരക്കല്ല ഒഴിഞ്ഞു, തണുപ്പ് കൂടി. ഞങ്ങൾക്ക് ബുക്ക് ചെയ്ത് എയർബിഎൻബിയിലോട്ട് എങ്ങനെയും എത്തിയാൽ മതി എന്നായി. എന്നിട്ടും ഈ തണുപ്പത്ത് അശ്വിൻ ഇവിടുന്ന് ഒരു ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡ്രൈവ് ചെയ്ത് നമ്മൾ ബുക്ക് ചെയ്ത് എയർബിഎൻബിയിൽ നമ്മളെത്തി. ഒരു നല്ല കുഞ്ഞ് ലിറ്റിൽ കോട്ടേജ് പോലത്തെ ഒരു എയർബിഎൻബി ആയിരുന്നു. അവിടെ ഓൾറെഡി ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്, അവരുടെയാണ് ഈ വീട്. അതിലൊരു മുറി അവർ എയർബിഎൻബിക്ക് വേണ്ടി റെന്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ മുറി. ഫുൾ വുഡായിരുന്നു. ഈ വീട് മൊത്തം വുഡാണ്, ഫ്ലോറിങ്ങും വാളും ഒക്കെ വുഡാണ്. പക്ഷെ നല്ല ഇൻസുലേറ്റഡ് ആയിരുന്നു, പുറത്തുള്ള തണുപ്പ് ഒട്ടും നമ്മൾ അറിയുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ ഒന്ന് കോഫിയിൽ നടത്താൻ വേണ്ടിയിട്ട് ചുമ്മാ അതിൻ്റെ പുറത്തുകൂടെയൊക്കെ നടന്നു. എല്ലാ വീടുകളും ഒരു പ്രത്യേകതരം വീടുകളായിരുന്നു. നല്ല രസമില്ലേ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ലൈറ്റൊക്കെ വെച്ചിരിക്കുന്നത് കാണാനായിട്ട്. എല്ലാം തടി കൊണ്ടുള്ള വീടുകളൊക്കെ ആയിരുന്നു അവിടെ. സമയം 7 മണി എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കോഫിയും കൊണ്ടൊരു ചെറിയൊരു വാക്കിന് തണുപ്പത്ത് ഇറങ്ങി. പിന്നെ ഞങ്ങൾ തിരിച്ചു കയറി. പിന്നെ ഞങ്ങളൊരു 8:30 ആയപ്പോഴത്തേനും കിടന്നുറങ്ങി, രാവിലെ നേരത്തെ എണീക്കാനായിട്ട്. രാവിലെ 6:45 സൺറൈസ്. അപ്പം ഞങ്ങൾ ഒരു 5:50 ആയപ്പോഴത്തേനും എയർബിഎൻബിയിൽ നിന്ന് ഇറങ്ങി. നല്ല ഭംഗിയായിരുന്നു, നല്ല മഞ്ഞായിരുന്നു കേട്ടോ രാവിലെ ഇറങ്ങിയപ്പോൾ. നമ്മൾ രാവിലെ എണീറ്റിട്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ക്രൗഡി ബേ നാഷണൽ പാർക്കിന്റെ അകത്ത് ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടിയിരുന്ന ഒരു ബീച്ചും എല്ലാം കൂടെ ചേർന്നിട്ടൊരു സ്ഥലം. കണ്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു കാങ്കരി കുഞ്ഞിനെ കണ്ടു. ആ റോഡ് ക്രോസ് ചെയ്ത് കണ്ടില്ലേ? ഈ കാങ്കരി കുഞ്ഞിനെ ജോയി എന്നാട്ടോ പറയാ, ജോയി. അങ്ങനെ നമ്മൾ ക്രൗഡി ബേ ബീച്ചിലെത്തിയിട്ടുണ്ട്. സൺറൈസ് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് അല്ല, ഒരു 10 മിനിറ്റെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പക്ഷെ നല്ല തണുപ്പുണ്ട്. 6 ഡിഗ്രിയാണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ആണെങ്കിൽ ഭയങ്കര ഓട്ടമാണ്. കോഫിക്ക് ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. വെള്ളത്തിൽ ഇറങ്ങില്ല, പക്ഷെ മണ്ണ് ഭയങ്കര ഇഷ്ടമാണ്. മണ്ണിൽ കൂടെ കിടന്ന് ഓടാനായിട്ട് കാണിച്ചു തരാം. ഭയങ്കര ഓട്ടാ. കോഫി കോഫിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടിയായത്. വെള്ളത്തിലിറങ്ങാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല, പക്ഷെ ഞങ്ങൾക്ക് ഈ മണലിൽ കൂടെ ഓടിക്കളിക്കുന്നത് എത്ര ഇഷ്ടമാണെന്നറിയോ. കോഫി, ഇതെന്താ പരിപാടി കാണിച്ച്?
ഇത്ര വലിയ കുഴിയോ? ഇതിന് ഇത്ര വലിയ കുഴി ഒഴിച്ചേക്കുന്നേ? എന്നാ ഞാൻ ബാക്കിയും കൂടെ കുഴിക്കട്ടെ. നമ്മളിപ്പോ ക്രൗഡി ബേ ലൈറ്റ് ഹൗസിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു ഹൈറ്റിലുള്ളൊരു സ്ഥലമാണ്, കാണിച്ചു തരാം. നല്ല തണുപ്പുണ്ട്. ഇപ്പൊ ഒരു 6 ഡിഗ്രി ഒക്കെയാണ്. ജാക്കറ്റ് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ കൈയൊക്കെ മരച്ചായിരിക്കുന്നത്. ഇതാ ലൈറ്റ് ഹൗസ്. നമ്മൾ നേരത്തെ പോയ ബീച്ചില്ലേ, ആ ബീച്ച് ഇതാണ്. ഫുള്ള് ചുറ്റിലും ബീച്ചാ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മളിവിടുന്ന് ഡ്രോൺ പറപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളിപ്പോ കുറേ വെയിൽസിനെ കണ്ടു. ഇപ്പൊ ഇത് വെയിൽ വാച്ചിങ് ടൈമാണ്. അപ്പൊ ഹംബാക്ക് വെയിൽസ് ഇപ്പൊ ഇങ്ങനെ ചാടി ചാടി പോകുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വീഡിയോയ്ക്ക് അത് കാണത്തില്ല, പക്ഷെ ഞങ്ങള് നേരിട്ട് കണ്ടു. നമ്മൾ ആ ക്രൗഡി ബേ ലൈറ്റ് ഹൗസിന്റെ അവിടുന്ന് ഇപ്പൊ ഇറങ്ങി. ലൈറ്റ് ഹൗസിന്റെ അവിടെ ആണെങ്കിൽ നമ്മൾ നോക്കുമ്പോ ഒത്തിരി വെയിൽസിനെ കണ്ടു. ചുമ്മാ അതൊരു 10 മിനിറ്റ് നോക്കി നിന്നപ്പോ തന്നെ നമ്മൾ കുറെ വെയിൽസിനെ കണ്ടു. വെയിൽസും ഡോൾഫിൻസിന്റെയും സീസൺ ആണിപ്പോ. അപ്പൊ അത് കാണാൻ പറ്റി. ഇനിയിപ്പോ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഫോസ്റ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാ. എന്ന് വെച്ചാൽ സിഡ്നി ഡയറക്ഷനിലോട്ട് തന്നെ. അപ്പൊ ഫോസ്റ്ററിൽ പോയിട്ട് പിന്നെ നമുക്ക് ഡയറക്റ്റ് സിഡ്നിയിലോട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാന്ന്. ഫോസ്റ്റർ ഭാഗത്ത് കുറച്ചുകൂടെ സാധനങ്ങളൊക്കെ കാണാനുണ്ട്. അവിടുന്ന് ബൂട്ടി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. പ്രത്യേകതരം പേരുകളാണ് ഇവിടുത്തെ. അപ്പൊ അങ്ങോട്ടൊന്ന് പോകണം എന്നുണ്ട്. പിന്നെ അങ്ങനെ വേറെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. ഇടയ്ക്ക് വെച്ച് നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ട അവിടെ നിൽക്കുക, സ്ഥലം കാണുക, തിരിച്ചു വരിക, പിന്നെയും യാത്ര കണ്ടിന്യൂ ചെയ്യുക. അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പൊ ശരി. നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറ്റിയതാ. അന്ന് പെട്രോൾ പമ്പിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നേ, ഫ്രണ്ട്സൊക്കെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു, ഇവിടെ ഇങ്ങനെ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ ഈ ബില്ല് അടയ്ക്കാൻ വേണ്ടി പോകുമ്പോൾ വണ്ടി അവിടെ കിടക്കുമല്ലോ, അപ്പോൾ അത് ബാക്കിയുള്ളവരെ ബ്ലോക്ക് ചെയ്യില്ലേ എന്ന്. ബ്ലോക്ക് ചെയ്യും, പക്ഷേ ഇവിടെ ആൾക്കാർ അത് എക്സ്പെക്റ്റഡ് ആണ്, അതവർക്ക് പ്രശ്നമില്ല. അവർ വെയിറ്റ് ചെയ്തോളും. നമ്മൾ പോയി ബില്ലടച്ച് വരുന്നവരെ അവർ വെയിറ്റ് ചെയ്തോളും. നമ്മളങ്ങനെ ഫോസ്റ്റർ എത്തിയിട്ട് പെട്ടെന്ന് ഭയങ്കര വിശപ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു. എന്നിട്ട് ഒരു സ്ഥലത്ത് വന്നിരുന്ന് ഇവിടെ ഇങ്ങനെ ഒരു ബെഞ്ച് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് ഒന്ന് കഴിക്കാന്ന് വെച്ചു. കോഫിയും കഴിക്കുക, ഞങ്ങളും കഴിക്കുക. നമ്മളിപ്പോ ബെനറ്റ്സ് ലുക്കൗട്ടിൽ വന്നിരിക്കുക. ബെനറ്റ്സ് ലുക്കൗട്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴേ 2 ചെറിയ പിള്ളേർ ലെമനേഡ് സെയിലിന് നിൽക്കുന്നുണ്ട്. പോയി മേടിച്ചേക്കാന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോ ഇങ്ങനെ വന്നപ്പോ നേരത്തെ കാണിച്ചില്ലേ,
2 ബോയ്സ് ലെമണേഡ് സെയിൽ ചെയ്തു. അത് അവരുടെ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടായിരിക്കും. അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാണാം. അപ്പൊ നമ്മൾ നിർത്തി 2 ലെമണേഡ് മേടിച്ചു. ഒരു ലെമണേഡ് $2, അല്ല $2. സ്മോളിന് $2, ലാർജിന് 3.8. ശരിക്കും 2 ലാർജ് മേടിച്ചായിരുന്നു. അപ്പൊ ഞാൻ 2 സ്മോളിന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് സെയിൽ, ഇങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് $10 കൊടുത്തപ്പോ ഡു യു നീഡ് ചേഞ്ച് എന്ന് ചോദിച്ചു ഇങ്ങോട്ട്. പിന്നെ അവിടെ ദാറ്റ്സ് ഓക്കെ യു ക്യാൻ കീപ് ഇറ്റ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പയ്യന്മാർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴത്തേനും അവര് $10 ഓൾറെഡി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സന്തോഷമായി. അവരുടെ പോക്കറ്റ് മണി ആയിരിക്കും. നല്ല നല്ല ലെമണേഡാ. നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഗ്രീൻ കത്തീഡ്രൽ എന്ന് പറഞ്ഞൊരു കത്തീഡ്രലാണ്. എന്നാൽ അത് വലിയൊരു കത്തീഡ്രൽ ബിൽഡിംഗ് പോലത്തെ കത്തീഡ്രൽ അല്ല, ഇതൊരു ഔട്ട്ഡോർ ചേർച്ചാണ്. ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ബൂട്ടി നാഷണൽ പാർക്കിന്റെ അകത്ത് വാലിസ് ലേക്കിന്റെ അടുത്തുള്ള വാലിസ് ലേക്കിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കത്തീഡ്രലാണ്. ഇത് ഔട്ട്ഡോർ ആണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് ഒരു ബിൽഡിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ബെഞ്ചസ് ഒക്കെ ഇങ്ങനെ ഇതിലായിരിക്കും, തടി കൊണ്ടുള്ള ബെഞ്ചസ്. അങ്ങനെ നമ്മൾ ഫോട്ടോയും പിക്ചേഴ്സ് ഒക്കെ കണ്ടത്. അപ്പൊ നമുക്ക് അകത്ത് പോയി നോക്കാം. ഇവിടെ നല്ല ഇവന്റ്സ് ഒക്കെ നടക്കും, വെഡിങ്ങും ബാപ്റ്റിസവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇന്നിപ്പോ ഓപ്പൺ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സർവീസസ് ഒന്നും ഉണ്ടാവില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് പള്ളി. സീറ്റിംഗ് ഒക്കെ ഫുൾ തടിയാണ്. നേരെ കാണുന്ന കല്ലിൻ്റെ അത് അൾത്താര. അതിൻ്റെയും പുറകെ കാണുന്നത് ലേക്ക്. എന്ത് ഭംഗിയല്ലേ. ഇതാണ് അൾത്താര സ്റ്റാൻഡ്. അച്ഛനെ പ്രസംഗിക്കാനും ബൈബിള് വെക്കാനും പ്രാർത്ഥന പുസ്തകമൊക്കെ വെക്കാനുള്ള സ്റ്റാൻഡ്. ഇതിന്റെ ബാക്കിലെ മൊത്തം ലേക്കാണ്. സ്പീക്കേഴ്സ് എല്ലാം ഉണ്ട്. ലൈറ്റ്സ് ഉണ്ടാവും. രാത്രി ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ ഇടും. നമ്മളിപ്പോൾ ആ ഗ്രീൻ കത്തീഡ്രലിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ചേർച്ച്, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ചേർച്ച്. സൈലൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസ് ഉണ്ട്, പക്ഷേ ഫുൾ നേച്ചറിൻ്റെ സൈലൻസാണ്. കാറ്റും ഈ മരങ്ങളുടെ ഒച്ചയും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു യുണീക്ക് ചേർച്ച്. വിചാരിച്ച പോലെയല്ല, നല്ല കയറ്റവാ, രക്ഷയില്ല. സൈക്കിളേലോ ഇത്രയൊക്കെ കയറ്റം ചെറിയുണ്ട്. വ്യൂ നല്ലതായിരിക്കും.
God. അയ്യോ, ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര കാറ്റായിരുന്നു. എൻ്റെ മുടി പറക്കുന്ന കണ്ടില്ലേ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹാൻഡ് റെയിലിൽ പിടിച്ചോണ്ട് വേണം താഴെ ഇറങ്ങാനെന്ന്. പിടിച്ചോണ്ട് ഇറങ്ങിയില്ലെങ്കിലുണ്ടല്ലോ കാറ്റിൻ്റെ കൂടെ ടാറ്റ പോവും, അത്രയ്ക്ക് കാറ്റായിരുന്നു അവിടെ. നല്ല ഇറക്കമാണ്, ഇവിടുന്ന് കൈവിട്ട ഉരുണ്ട് താഴെ എത്തും, അത്രയ്ക്ക് നല്ല ഇറക്കമാണ്. അപ്പൊ അതായിരുന്നു ഈ കിങ്സ് ഹോളിഡേയില് നമ്മുടെ ഒരു ചെറിയൊരു ഹോളിഡേ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.